പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സുപ്രഭാതം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളുടെ നിയോഗം ഭക്തിയോട് ഓർക്കുക. അത് നടക്കുമെന്ന് വിശ്വസിക്കുക. മാതാവിനെ ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഇടപാടുകൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിലെ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന എല്ലാവർക്കും, ഈ നിമിഷം പ്രാർത്ഥന കൂടുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കർത്താവിന്റെ തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവ് സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് ജീവിച്ച് തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തി രാവും പകലും അധ്വാനിക്കുന്നവരുണ്ട്. കുടുംബത്തെ പോലും മറന്ന് അധ്വാനിക്കുന്നവരുണ്ട്. കർത്താവ് അവർക്ക് വേണ്ട ഫലം കൊടുക്കണം. കർഷകരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കാര്യം തിരുവാതിര ഞാറ്റുപേര് തന്നെ കർത്താവ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കുരുമുളക് കഴുകിക്കൊണ്ട് ജീവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഈശോയെ, കടലിലാണെങ്കിൽ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം, വൻ കപ്പലുകൾ, ഫാക്ടറി കപ്പലുകൾ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം മത്തിയെ കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മത്തി പെരുകി അവസാനം സൂചി മത്തി പോലുള്ള ചെറിയ മത്തി പോലെ ആയിപ്പോയി. വലിയ മത്തി കിട്ടുന്ന സമയത്ത് പോലും ഒരു വിലയുമില്ലാത്ത ചെറിയ മത്തി ആൾക്കാർ കഴിക്കുന്നത്. എന്തൊരു ഭക്ഷ്യ ശൃംഖലയിൽ വന്നിരിക്കുന്ന വലിയ തകർച്ചയാണ്.
അമ്മ പറഞ്ഞല്ലോ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളുടെ പാത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ കണ്ണുനീര് കാണാൻ പറ്റും. അമ്മേ, ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനോ ലോകത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ സാരോപദേശങ്ങൾ നൽകാനേ പറ്റത്തുള്ളൂ. പല ഉച്ചകോടികളും സാരോപദേശങ്ങളുമായിട്ട് ലോകം പുരോഗമിക്കുമ്പോഴും ലോകം ഒരു വശം കൊണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുകയും പ്രളയം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ മഹാദുരന്തത്തിൻ്റെ കാഴ്ചകളിൽ അമ്മയുടെ മധ്യസ്ഥ ഞങ്ങളെ ലോകത്തെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ പേരിൽ പെയിൻറ്റേഴ്സ് തന്നെ പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെയിൻറ്റർമാരാരും വിളിക്കത്തില്ല. അവിടെ കുഞ്ഞുങ്ങളും കുടുംബവും പട്ടിണിയായി പോകും. ഇങ്ങനെ കരപ്പണി ഒന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ 500 മില്ലി മഴയാണ് പെയ്തിരിക്കുന്നത്. 182 ലിറ്റർ മഴയ്ക്ക് പകരം ഇത്രയും മഴ ഈ മാസം പെയ്ത് മാറിയിരിക്കുന്നു. എത്രയോ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയോ പേര് വിഷമിക്കുന്നു. കർത്താവ്, അവർക്കെല്ലാം കർത്താവ് കാലാവസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന് മൂലം ഉണ്ടാകുന്ന ചേഞ്ച്, അതുമൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തെ പ്രാർത്ഥന കൊണ്ടെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ലെന്നാണ് കൃപാസനം മാതാവ് 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് പറഞ്ഞത്. അമ്മ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ഈ തൊഴിൽപരമായ ദുരന്തങ്ങൾ, ശാരീരിക ദുരന്തങ്ങൾ, രോഗദുരന്തങ്ങൾ, എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ദുരന്തങ്ങളിലേക്ക് അങ്ങയുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാകാം, തെറ്റായ തീരുമാനം എടുക്കുന്ന ദുരന്തങ്ങളാകാം, അതുപോലെ തന്നെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാകാം. ചിലപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ പഠനത്തിൽ തെറ്റായ തീരുമാനമെടുക്കും, ചിലപ്പോൾ ജോലിയിൽ തെറ്റായ തീരുമാനമെടുക്കും, വിവാഹത്തിൽ തെറ്റായ തീരുമാനമെടുക്കും, ദൈവത്തെ ഉൾപ്പെടുത്താതെ തീരുമാനിക്കും. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സ്വകാര്യവും അതുപോലെ സാമൂഹികമായ ദുരന്തങ്ങൾ, എല്ലാവിധ ദുരന്തങ്ങൾ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരെ സ്വയം പഴിച്ചുകൊണ്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവരോടും തന്നെ സ്വരത്തിൽ പറഞ്ഞ് ആ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ജീവിക്കുന്ന ഭീഷ സർക്കിള്, വിഷമവൃത്തത്തിൽ താമസിക്കുന്ന എല്ലാവരെയും അമ്മ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, വിഷമവൃത്തത്തിലും ദുരന്ത മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 17:11, സങ്കീർത്തനം 80:3. മത്തായി 17:11. അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അടുത്തത് സങ്കീർത്തനം 80:3. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അതായത് ആദ്യം പറയണത് മത്തായിയുടെ സുവിശേഷം 17:11. എന്താ പറയണത്? ഈശോ പറയണാണ് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കത്തിനെ ചെയ്യും. സങ്കീർത്തനം 80:3 പറഞ്ഞ എന്താണ്? ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്താണ്? അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അപ്പൊ പുനരുദ്ധരിക്കുക, പുനഃസ്ഥാപിക്കുക, പുനഃക്രമീകരിക്കുക, അത് രക്ഷപ്പെടുന്ന ഒരു മാർഗമാണ്. ഇപ്പോൾ ഒരു രക്ഷയുമില്ല എന്ന് പറയത്തില്ലേ? അത് ആർക്കും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പുനരുദ്ധരിക്കുക. പുനരുദ്ധരിക്കുക എന്താ? അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുക. പുനഃസ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ പുനഃസ്ഥാപിക്കുക. പുനരുദ്ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മളെ വീണ്ടും ദൈവം റീസെറ്റ് ചെയ്യാം. ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ വചനം എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഴയ നിയമമാണ് സങ്കീർത്തനം, പുതിയ നിയമമാണ് മത്തായിയുടെ സുവിശേഷം. രണ്ടിലും കൈകാര്യം ചെയ്യുന്നതാണ്. ഒന്നിന് പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത്, ഒന്നിന് പുനഃസ്ഥാപിക്കുക എന്ന് പറയും. അപ്പം പുനഃസ്ഥാപിക്കുക, ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് നമ്മൾ രക്ഷപ്പെടുക. ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടുകേട് വന്നാൽ പിന്നെ ഉടനെയുള്ള നടപടി എന്താണ്? പുനഃസ്ഥാപിക്കുകയാണ്. എന്ത് പുനഃസ്ഥാപിക്കണം? ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:14. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇപ്പം ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി ഞങ്ങളെ പുനരുദ്ധരിക്കണമെന്നാണ് സങ്കീർത്തനം പറയണത് 80:3. ഇപ്പം
ഇപ്പൊ ജെറമിയാത്തിലെ പറഞ്ഞിരിക്കണേ 29:14 എന്താണ്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഐശ്വര്യം പുനഃസ്ഥാപിക്കണ എന്താ മാർഗം? അതായത് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അപ്പം അവിടെ ഐശ്വര്യം മാത്രമല്ല, ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏലിയ എങ്ങനെയാണ് ഐശ്വര്യം പുനഃസ്ഥാപിച്ചത്? ഏലിയ പറഞ്ഞു വരാൻ പോകുന്ന നാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ജനങ്ങൾ വന്ന് ഏലിയയോട് ചോദിച്ചു. എന്നാ ചോദിച്ചത്? ജനക്കൂട്ടം എന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ, രക്ഷപ്പെടാനും ഐശ്വര്യം പുനഃസ്ഥാപിക്കാനും എന്ത് ചെയ്യണം? ഇപ്പം ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലൂക്കായുടെ സുവിശേഷത്തിലെ എന്താണ് ഈ ഏലിയായുടെ സ്ഥാനത്ത് യോഹന്നാൻ സ്നാപകൻ പറയണത് എങ്ങനെയാണ്? ജനക്കൂട്ടം എന്ന് ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യണം? ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ലൂക്കാ 3:10 ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ദാനധർമ്മം ചെയ്യണമെന്നാ പറയണത്. ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ പറയണം. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ഉടമ്പടി അങ്ങനെ കുറേ ഹോംവർക്കുകളുണ്ട്. എന്താണെന്നറിയാമോ? ഇതെല്ലാം ഐശ്വര്യം, അതായത് വിളങ്ങനെ വെച്ച് ഞാൻ 90 കൊന്ത ചെല്ലിയപ്പോൾ എന്നോട് വിജയകുമാരൻ സാർ പറഞ്ഞത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. എന്താണ്? അതായത് അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ അനുതാപം എന്ന് പറയണത് നമുക്കറിയാം, ഈ അനുതാപം എന്ന് പറയണത് ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ആദിമകാലങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ തിന്മകൾ സമൂഹത്തോട് ഏറ്റുപറയും. പിന്നീട് സഭയുടെ പ്രത്യേക അധികാരത്തിൽ, അപ്പോസ്തലികമായ പത്രോസ് കൊടുത്ത അധികാരത്തിൽ അത് ഈശോയുടെ പ്രതീകമായ പ്രതിനിധിയായ വൈദികനോട് പറഞ്ഞ്, ഈശോയോട് പറഞ്ഞതിന് പകരം പറഞ്ഞിട്ട് കർത്താവ് കൊടുത്ത പാപക്ഷമ സ്വീകരിക്കും. അവരുടെ ഉദ്ദേശം എന്താണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ കുംഭസാരം എന്ന കുദാശ ഉള്ളവർക്ക് അതാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അതില്ലാത്തവരുണ്ടല്ല, അവരില്ലാത്തവർ ആ പാപങ്ങളെയും പാപത്തിൻ്റെ ജീവിത രീതികളെയും അവർ വെറുത്തുപേക്ഷിക്കണം. അതുകൊണ്ടാണ് ആൾക്കാർ പരിഹാരം ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഇപ്പം മലയിലൊക്കെ ഇരുമുടിക്കെട്ടുമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ 18-ാം പടി കയറണത്? ആ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട് അത് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് വരണമെന്ന ആഗ്രഹം. നമ്മുടെ ഋഷിമാരൊക്കെ പാടിയിട്ടില്ല അങ്ങനെ. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യമാണ്, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിപ്ലവമായിട്ടും രക്തദൂഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷേ ഈശോ പറഞ്ഞ് വാളെടുക്കുന്നവരൊക്കെ പിന്നീട് വാളാൽ തന്നെ നശിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ല, രക്തത്തിൻ്റെ വഴികളാണ്. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങളിൽ മാത്രം ഏതെങ്കിലും ഒരു യുഗത്തിലെ, ഇപ്പോൾ ത്രേതായുഗം, കലിയുഗം, അങ്ങനെ വ്യത്യസ്തമായ യുഗങ്ങളില്ലേ, ആ യുഗങ്ങളിൽ മാത്രം അത്രയും ഇടവേള വെച്ച് ധർമ്മം സംസ്ഥാപിച്ചാൽ എന്തുമാത്രം മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ഈ അനുതാപം എന്നുള്ളത്, ഈ വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ്. പത്രോസ് ആണ് ഐശ്വര്യം പുനഃസ്ഥാപിച്ചതിൻ്റെ ബൈബിളിലെ ഏറ്റവും വലിയവൻ. കർത്താവിനെ ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈബിൾ പറയും, ഹി വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി. അവൻ പുറത്തേക്ക് പോയി കൈപ്പോടെ കരഞ്ഞു എന്നല്ല, കരഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും തൻ്റെ തിന്മകളെക്കുറിച്ച് അനുതാപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള സുവിശേഷ നടപടി. ആഗമനകാലത്ത് ഇത്രയും കേട്ട് കർത്താവിനെ തിരിച്ചു വരാൻ എല്ലാവരും കഴിയട്ടെ. പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരും കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്.